അങ്ങനെ കുറേ കാലത്തിന് പ്ലാനിന് ശേഷം നമ്മൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് ഫുള്ളായിട്ട് കാണാം. നിങ്ങളെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഒരു പ്രാവശ്യം കിട്ടി ഡയലോഗ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ആരും പ്രഷർ ചെയ്ത് പോവാ? നിങ്ങൾ തന്നെ ഫുൾ സ്പോൺസർ. മറ്റാരുണ്ട്? LDF വരും. മറ്റാരുണ്ട്? കുറച്ച് ആരുണ്ട്? ആളിപ്പോഴും പോയില്ലേ? പറഞ്ഞാൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. CM മാറി, അതുകൊണ്ട് എടുത്ത് ഒഴിവാക്കണം. കോഫി അൽവയനാടോ? എന്താ അതാ എന്റെ പാട്ടൊക്കെ അവിടെ കിടക്കണം. നമ്മൾ ഇവിടുന്ന് KSRTC കുറങ്ങന്മാരൊന്നുമില്ല. നല്ല മഴയാണ് ഗായ്സ്. പിന്നെ അതേപോലെ ഇന്നിവിടെ റെഡ് അലേർട്ടാണ്. പക്ഷെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, ഡയറക്റ്റ്ലി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി എത്രത്തോളം നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ വയനാട്ടിലോട്ട് നമ്മൾ എൻട്രി ആവാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുള്ളത് പൂക്കോട്ട് തടാകത്തിലോട്ടാണ്. അവിടെ അവർ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള അവർ തന്നെ സെൽഫായിട്ട് മെയ്ഡ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ബെല്ലാണിത്. ഇതെന്താ വാൽക്കണ്ണാടിയോ? മെയ്ഡ് ഇൻ പൂക്കോട്ട്. ഇതൊക്കെ കണ്ടന്റ് എങ്ങനെ ആക്കുക? ഇത് കണ്ടന്റ് ആക്കാനുണ്ടോ? യെസ് ഉണ്ട്. ഇതൊക്കെ വാങ്ങിത്തരാം. ഞാൻ എടുക്കണൊക്കെ നിങ്ങൾ വാങ്ങിത്തരാം. ഇപ്പം നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? പൂക്കോട്ടൂർ ലേക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ ബോട്ടിംഗ് ഇല്ല. ഇപ്പൊ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല കേട്ടോ ഗൈസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഇല്ല. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരിക, കാണുക, ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റുക, എന്നിട്ട് വരിക. ഇതാണ് ഇപ്പൊ മെയിൻ പറയാനുള്ളത്. ശരി, നൈസ് ഉണ്ട് കേട്ടോ. ആംബിയൻസ് ഒക്കെ നൈസാ, സിമ്പിൾ, നല്ല സ്വീറ്റ് കൊണ്ട് മണോ. സോ ഇതാണ് ഫിഷ് സ്പാ. എങ്ങനെയുണ്ട്? നമ്മളെ വീട്ടിൽ പോയാലൊക്കെ നമ്മളെ കോട്ടി പോലെ ഉണ്ട്. അതന്നെയാണ് സാധനം. ശരിക്കും നമ്മൾ കുളത്തിൽ പോയാൽ കുറച്ചേരം നിന്നാൽ മതി. അവരോട് പറയണം ബോട്ടിങ് മാത്രം ക്ലോസ് പറഞ്ഞാൽ അക്വേറിയം ക്ലോസ്, എല്ലാം ക്ലോസ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നേ. ടിക്കറ്റിനാണെങ്കിൽ വില കുറവില്ല. ഇല്ല, എന്നാ പിന്നെ എന്തിനാ വന്നേ? എന്നാ പിന്നെ പെരക്കനെ പോവാം. ചോദിക്കണ്ടേ കപ്പൽ. ഇതാണ് മർജുവിന്റെ മുങ്ങിക്കപ്പല് അല്ലേ? ചിലപ്പോ വിഷയാവും. എന്തൊക്കെ സൗണ്ട് കേക്കുന്നുട്ടാ. പോയി പോയി വേഴാമ്പലായിരിക്കും. ഓ നല്ല സൗണ്ടല്ലേ. ഇവിടെ ഫുള്ള് മൊത്തം കറങ്ങണ്ട നമുക്ക്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണിത്. എന്താണ് മറിച്ച് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്? ഇത് ഇവിടെ ഇവരുണ്ടാക്കിയതാണ്. അല്ലല്ല, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ്. എല്ലാം നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കി. എന്തെങ്കിലും ഒരു സാധനം കണ്ട അപ്പൊ തുടങ്ങും ബ്രിട്ടീഷുകാരുണ്ടാക്കി. എല്ലാ മനുഷ്യന്മാരുണ്ടാക്കി. ബ്രിട്ടീഷുകാർ വേറെ അല്ലേ? അല്ല, പറ്റില്ല. ഇവിടെ അവരാണ് ഭരിച്ചിരുന്നത്. അതറിയില്ലേ? ഹിസ്റ്ററി ഒന്നും അറിയില്ലല്ലേ കുട്ടിക്ക്? നിങ്ങൾക്കെല്ലാം അറിയാലോ, മതി. നിങ്ങളെ കേക്കാണോ ഇങ്ങനെ കേക്കണേ? ഏത് ഞാന് അങ്ങനെയാണ് കാര്യങ്ങള്. ശരിയാ, വെറും വർത്താനം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും കാണിച്ചു തരാനില്ല. അതിങ്ങനെ നടക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും വർത്താനം പറയണം. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാ. അപ്പൊ റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മള് മാത്രം ഇങ്ങനെ ചാടേ. ഹസ്ബൻഡ് വടിയായിട്ട് എന്നെ അടിക്കാൻ നടക്കുന്നു ഗൈസ്. ഭ്രാന്തനങ്ങൾ അടിച്ച കുട്ടിനൊക്കെ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഭ്രാന്ത്? അതെ, എനിക്ക് ഭ്രാന്താ. സമ്മതിച്ചെന്നുണ്ട് ഗൈസ്, ഭ്രാന്താണ്. ഇവിടെ ആമ്പൽ കുളമുണ്ട് ഗൈസ്, പക്ഷെ ആമ്പലില്ല.
ആമ്പല് 1 2 ഉള്ളൂ, പക്ഷെ അത് പറിക്കാനും കഴിയില്ല. ഞാൻ പറിക്കാനും പറ്റൂല കേട്ടോ. ഉണ്ടായി വരുന്നുള്ളൂ. കണ്ടോ അവിടെ കുറച്ച് ആമ്പല് ഇതൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ട്, പക്ഷെ അത് കിട്ടൂല. നടുവിലാ കിടക്കുന്നത്. ചാടി നോക്ക്, വലിയ ആഴൊന്നും ഇല്ലത്. കിട്ടൂല. അവിടെയാണ് കിടക്കുന്നത്, കിട്ടൂല. കിട്ടുവേ, ചാടി നോക്ക്. നിങ്ങള് പോയാടി, നല്ല ആഴണ്ട്. മീനിതാ, എവിടെ മീന്? നമ്മളെ മറ്റേ പൊട്ടി, മറ്റേത് എന്താ പുള്ളിക്ക് എന്താ പറയാ, പുള്ളി മീന്. ടൈഗർ അല്ല, മറ്റേത് ഇവിടെ മാത്രം പല്ലാണ്. എന്തോ സാധനം നിങ്ങൾക്ക് കാണുന്നുണ്ടറിയില്ല, പക്ഷെ നല്ല മീനുണ്ട്. ഇതാ ടൈഗർ അവിടെ നല്ല മീനുണ്ട് കേട്ടോ. പക്ഷെ അമ്പലെല്ലാം ഉണ്ടായിന് തോന്നുന്നു, ഇപ്പൊ അമ്പലില്ല. അത്യാവശ്യത്തിന് വലിയ പല്ലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സ്പാക്ക് ഇവര് ഇവിടുന്നാണ് പിടിച്ചോണ്ടോന്നുണ്ട് മീന്. ഫിഷ് സ്പാക്ക് ഇവിടുന്ന് മീൻ പിടിച്ചോണ്ടോ, നല്ല മീനുണ്ട്. എന്റെ ഹസ്ബൻഡ്, ഇതാണ് ഹസ്ബൻഡ് മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. വൈറ്റ് ഇട്ടാണ്ട് ഈ ആമ്പലെടുക്കാനൊരു സ്ട്രഗിളിങ്. കിട്ടുമെന്നും അറിയില്ല, പക്ഷെ എടുക്കാൻ നോക്കുന്നുണ്ട്. എടുത്ത് തരും എന്നാണ് എന്നോട് പറയുന്നത്. വെല്ലുവിളിയാണ്. പിന്നെ കിട്ടും ഗൈസ്, കിട്ടും. കിട്ടുന്നുണ്ട്. കിട്ടിയോ? കിട്ടി. ഞാൻ കാണുന്ന പോലില്ല. പോയി. എടുത്തോ? കിട്ടി. കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ചെറുതാണെങ്കിലും സന്തോഷം. കേട്ടോ? കിട്ടിയോ? എന്താ കായ്? കണ്ടോ? പാമ്പിന്റെ മുട്ടയാണ്. പാമ്പിന്റെ മുട്ടയാണോ? നെല്ലിക്കല്ലേ? അതാണല്ലോ മരത്തുമുണ്ടായത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. ഈ ലേക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, അതുപോലെ ഈ ഒരു ലേക്കിൻ്റെ ചുറ്റളവിലും വാക്കിംഗ് ഏരിയ. അപ്പോൾ ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. നാച്ചുറായിട്ട് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ആസ്വദിച്ച് കണ്ട് നടക്കാം. അവസ്ഥ എന്താ പറയാലോ മറിച്ചോ? കൂടുതലൊന്നും പറയാനില്ല. വയനാട് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോച്ചയുടെ ആക്ടിവിറ്റീസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ്ഡ് ആണ്. നോ എൻട്രി. ഇനി വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വരുന്നവര് ജസ്റ്റ് ഒന്ന് വാർത്തയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. പോലീസുകാർ ഓൾറെഡി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ചിക്കൻ 65 ഫുള്ളിന് 400 രൂപ. എന്താ പറയാ, നമുക്ക് 4 പേര് ഫുഡ് കഴിച്ചാണ്. ചിക്കൻ ഫുള്ളിലാണ് നമുക്ക് ആകെ 10 പൈസ ഉണ്ട്. ചെറിയ പൈസ അതിന്റെ പകുതിയാണ്. 400 രൂപ. ആളോട് ചോദിച്ചപ്പോൾ അതിൽ ഗ്യാസിന്റെ വില കൂടിയത് അതുകൊണ്ടാണ്. ശരിയല്ല. ഇവിടെ ഫുൾ മന്തിക്ക് ആകെ 550 രൂപ ഉള്ളൂ. എന്തുകൊണ്ട് ഇപ്പം ഞങ്ങളിവിടെ പാർക്കിംഗ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇവിടെ പോസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 900 കണ്ടില്ല, വയനാട് 900 കണ്ടില്ല, മേപ്പാടി. അപ്പോൾ ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ജീപ്പ് കാര്യങ്ങളൊക്കെ അവധിയാണ്. കാരണം അറൗണ്ട് 5 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രക്കിങ് വരുന്നുണ്ട്, ഓഫ് റോഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീപ്പിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി പോസ്റ്റാണ്. ഓൺലി 5 കിലോമീറ്റേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് സ്പാ ഉണ്ട്, മസാജ് സ്പാ. മൂപ്പരെ സമ്മതിക്കണം, വേറെ കാര്യം. ആ റോഡ് ചെക്ക് കിട്ടും എനിക്ക്. തല ഉണ്ടോ? മേലെ കൂടെ പിടിക്കണം. സീനാണ്.
നമ്മളെ റിസോർട്ടിന്റെ ഫസ്റ്റ് വ്യൂ തന്നെ ഈ കാലൊക്കെ ഓ അട്ട കടിച്ചു ഗായ്സ്, അട്ട കടിച്ചു. അട്ട കടിച്ചാലും എന്ത്, ഇച്ചിരി ചോര പൊടിഞ്ഞാലും എന്ത്, കണ്ടില്ലേ? ഇതാണ് വ്യൂ ഇവിടുത്തെ. നമുക്ക് ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് തരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് വന്ന് കഴിഞ്ഞതിന് ശേഷം ക്ഷീണം. ശരിയാണ്. അത് വേണം. അതെ, അറൗണ്ട് 5 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ഓഫ് റോഡ് ഉള്ളത്. ഓ സീന് ഫുള്ള് പോയി, കഴിച്ചതിനൊക്കെ ദഹിച്ചു. എല്ലാം നീ എണ്ണിക്കൊണ്ടിരിക്കണം, എന്തൊക്കെ എവിടെയൊക്കെ പോയി എന്നുള്ള ഒരു ഐഡിയ ഇല്ല. വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട്. ഇതാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. നമുക്ക് 2 റൂമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ റോക്ക് റൂം, നമുക്കൊരു ബിഗ് റൂം വരുന്നുണ്ട്. എന്താ പറയാല്ലേ റിസോർട്ടിനെ കുറിച്ചിട്ട്? ഇവിടെ ടോട്ടലി 6 റൂമേ വരുന്നത്. 2 റൂം വെച്ച് ബാക്കിയെല്ലാം പ്രൈവറ്റ് പൂൾ വരുന്നതാണ്. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, കമോൺ. നമ്മളെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ബിഗ് റൂം. അത്യാവശ്യം ബിഗ് എന്ന് പറഞ്ഞാൽ ബിഗ് തന്നെയാണ് നമ്മളെ റൂം കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഈവനിങ് ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റുന്നൊരു ചെയറും ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിനുള്ളിൽ കാണിച്ചു തരാം. ബാബാ, ഇതാണ് നമ്മളിവിടെ ബിഗ് റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ അഡീഷൻ ഇവിടെ വെക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഇതാ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഷാമ്പൂ, കണ്ടീഷണർ, സോപ്പ് ഇതൊന്നും നമ്മൾ ഇനി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാത്റൂം ആണെന്നെങ്കിലും നീറ്റാണ്, ഭയങ്കരമായിട്ട് നീറ്റ് ക്ലീനിലാണ് കിടക്കുന്ന ബാത്റൂം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് പൂളുണ്ട്, പ്രൈവറ്റ് പൂള്. നമുക്കൊരു പ്രൈവറ്റ് പൂളുണ്ട്. അതിലിപ്പം വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താ പറയാ, ഈ ഒരു ആംബിയൻസ്, ഒരു പ്രൈവറ്റ് പൂള് തുടങ്ങുകയാണ്. യെസ്, ട്രക്കിങ്ങിന് പോവാണ്. കൊള്ളാല്ലേ? എന്താവെന്തോ നമുക്ക് എന്താ അറിയില്ല. എങ്ങോട്ട് പോണ വലിയ ഐഡിയ ഒന്നും. ട്രക്കിംഗ് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. റെയിൻകോട്ടൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ട്രക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൈ കൊടുങ്ങുണ്ടാവും ഇപ്പൊ അവിടെ. നമ്മളെ വീഡിയോയിൽ കൈ കൊടുങ്ങുണ്ടാവും. ആ കൈ എടുത്താണ്. ഓ മൈ ഗോഡ്, പറഞ്ഞോളൂ. അടിപൊളി, അടിപൊളി. വിഷയമാണ് ഗായ്സ്, വിഷയമാണ്. എന്താ തണുപ്പില്ല, ഫുള്ള് AC. എന്റെ പൊന്നോ, ഓ മൈ ഗോഡ്. റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ്. നമ്മൾ റിസോർട്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്കോ? അകത്തോട്ട്, പാറിന്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാറിന്റെ അകത്തോട്ട് അവള് പോകുന്നേ. കിട്ടിയോ? വലിയ പാറ അകത്തോട്ട് പോവുകയാണ്. റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റൈഡ്. ഓ, ഇഷ്ടമാണ്. പൊളിയല്ലേ? ഉണ്ടോ? അടിപൊളി വൈബ്. ഓക്കെ, ഒന്നേ ഉള്ളൂ. ഒരട്ട അട്ട പോയി. ഒരട്ട അടിക്കുന്നുണ്ട്. ഓ, നല്ല മഴ, നല്ല താങ്ക് യു. കേറി കൂടെ ഇങ്ങോട്ട് അവിടെ അധികം ആളുകളുണ്ട്. ഇവിടെ അറൗണ്ട് 12 റിസോർട്ട്സ് ഉണ്ട്. അപ്പൊ അതിലെ ആളുകളാണ് ഫുള്ള് വൈബാണ്. ഇനി എത്ര കേറാണ്ട് അറിയില്ല. വയനാട്ടിലുള്ള വർത്തായിട്ടില്ല, കാശുമല്ലായിരുന്നു മുതലായി. വെരി നൈസ്.
നമ്മളിപ്പോ കുറച്ച് പോർഷന് കയറിയിട്ടുള്ളതാ കാണാം. ഇവിടെ കൂടി പോവാം, ഇതിലൂടെയും വരാം. എന്താ പറയാ, അടിപൊളി. അതെ, ഇനി എങ്ങോട്ട് എത്തണം എന്നറിയില്ല. പോവുണ്ട് ഏതായാലും. തല പിന്നെ മിക്കവാറും പറിച്ചിട്ടുണ്ട്, കാരണം അത്രയും അട്ട കടിച്ചണോനെ. അപ്പൊ എനിക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നേ. അതെ അതെ, കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. അത് തന്നെ എവിടെയും സംഭവിക്കാം. കല്ലുകളും മുള്ളുകളും ചാടിക്കറന്ന് വരുന്ന മറിച്ചു. ഒരു സംഭവം തന്നെ അല്ലേ. ഇത്രയും മല നമ്മളെ ചാടിക്കറന്ന് വെച്ചു. ഇത് മേലൊക്കെ കയറാണ്ട്. നല്ല കുത്തി വയ്ക്കുന്നുണ്ട് ഗായ്സ്. Oh my God, നല്ല കുത്തി വയ്ക്കുന്നുണ്ട്. മതി. അയ്യോ, ഒരു സുന്ദരമായിട്ടുള്ള വൈബ് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും തൊട്ടടുത്ത്. പിന്നെ നിറയെ അട്ടകൾ ഒരുപാടുണ്ട്. അത് സീനാണ്. വേറെ ഒരു സീനും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. അത്യാവശ്യം നമ്മുടെ ഗൈഡ് തന്നെ എന്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഗൈഡ് തന്നെയാണ്. നല്ല ഹെൽപ്പ് കാര്യങ്ങൾ എല്ലാം കാണിച്ചു തരുന്നു. ഓക്കെ, അങ്ങനെ നമ്മള് ഏറ്റവും മുകളിലോട്ട് ടോപ്പായിട്ടുള്ള ഈ മൗണ്ടനിലോട്ട് നമ്മൾ കയറുകയാണ്. അത്യാവശ്യം വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ഡേഞ്ചറാണ് ഈ ഏരിയ. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുഴികൾ, പോത്തോൾസ് പോലെ റോഡിന് ഉണ്ടാകുന്ന കുഴികൾ പോലെ തന്നെ അത്യാവശ്യം നല്ല ആഴത്തിലുള്ള ഗട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് അങ്ങനെ ഇതിന്റെ ടോപ്പ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫൈനലി ഹൈറ്റ് ആണ് മൗണ്ടൻ വ്യൂസ്, കാടും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ കോട ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറൗണ്ട് 6:30 സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കോട തണുപ്പായിരിക്കുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതുവരെ ഞാൻ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഇതുവരെ ചെയ്തിട്ടില്ല ട്രക്കിംഗ് കാര്യങ്ങളിൽ. ഇത് മസ്റ്റ് ട്രക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. എക്സ്പീരിയൻസ് നമുക്ക് വേണം. എന്താ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ പേടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബെസ്റ്റ് ചോയ്സ്. ആ ഫിയർ നിങ്ങൾക്ക് മാറ്റാൻ വളരെയധികം സാധിക്കും. ഞങ്ങളുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന്റെ വേറെ കപ്പിളുണ്ട്. അതിന് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ പേടിയും കാര്യങ്ങളൊക്കെ എന്താ അത്യാവശ്യം നല്ല രീതിയിൽ മാറി കിട്ടും. ആന മറിച്ചിട്ടതാണെന്നാണ് പറയുന്നത്. ആന, പുലി, സിംഹം എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം കാണും. അതാണ് ഗൈഡ് നമ്മളോട് പറയുന്നത്. പക്ഷെ ആനനെ നാളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതെ, അത് പറയുന്നുണ്ട്. കാരണം ഇത്രയും മരങ്ങൾ ഇവിടെ മറിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങൾ കാട്ടിലൂടെയാണ് ട്രക്കിംഗ് ഇപ്പൊ കഴിയാണ്. കാരണം കാട് കയറാനായിട്ടുണ്ട്. ആനകളെല്ലാം നല്ല വ്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട് കാര്യങ്ങളിലേക്ക്. അങ്ങനെ കാടുകൾക്കിടയിലൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഇറക്കാണ്. അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ചായയും കാപ്പിയും കുടിക്കുകയാണ്. അതെ അതെ, ചായയും സ്നാക്സും ഇതിൽ ബോണസായിട്ട് ഇതിൽ വരുന്നതാണ്. ഓക്കെ, അല്ല ഐഫോണിനെ നല്ല കുറിച്ച് പറയുന്നത് ഐഫോണിന്റെ ക്യാമറയെ കുറിച്ച് മാത്രമാണ്. വേറെ പെർഫോമൻസ് ഉണ്ട് ഐഫോണിന് ഇല്ല. ആൻഡ്രോയിഡിനെ വെല്ലുവിളിക്കാൻ എന്ത് ഐഫോൺ ആയിട്ടില്ല. വേറെ കാര്യം. ഡേ 1 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡേ 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.